ശ്രീ രാഹുൽ ഈശ്വർ, എന്താണ് ഈ തമാശ? ഇപ്പൊ അങ്ങ് നേരത്തെ പറഞ്ഞു ഒരു മിനിറ്റ് ഒരു തമാശ പറഞ്ഞുകൊണ്ട് 1 വർഷം ജയിലിൽ കിടക്കണോ എന്ന് പറയുന്നത് എല്ലാവരും ചിന്തിക്കേണ്ടതാണ്. നേരത്തെ കണ്ടൊരു വീഡിയോ തമാശയായിട്ട് അങ്ങേക്ക് അംഗീകരിക്കാൻ പറ്റുന്നുണ്ടോ? പറ്റുന്നില്ല. ബോബി ചെമ്മണ്ണൂർ ആ പറഞ്ഞത് ശരിയല്ല എന്ന് പറയാനുള്ള ധൈര്യം എനിക്കുണ്ട്. ബോബി ചെമ്മണ്ണൂരിന്റെ പരിചയമുണ്ട്. ബോബി ചെമ്മണ്ണൂരിന്റെ ലോക റെക്കോർഡ് പരിപാടി ഞാനാണ് ഹോസ്റ്റ് ചെയ്തത്. ബോച്ചെ ആ പറഞ്ഞത് ശരിയല്ല. ബോച്ചെ കാണിക്കുന്നത് ശരിയല്ലാത്ത മാതൃകയാണ്. ബോച്ചെ ഒരുപാട് ചാരിറ്റി ചെയ്യുന്ന വ്യക്തിയാണ്. ബോച്ചെ കാരണം 10 ലക്ഷത്തിലധികം ആൾക്കാർ രക്തം കൊടുത്തു. ആയിരക്കണക്കിന് ആൾക്കാർക്ക് ബോച്ചെ വീട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരുപാട് പേരെ സഹായിച്ചിട്ടുണ്ട്. ഇത് ബോച്ചയുടെ നല്ല കാര്യമാണ്. പക്ഷെ ബോച്ചയുടെ ദ്വയാർത്ഥ പ്രയോഗങ്ങൾ, തൃശൂർ പൂരത്തെ കുറിച്ചുള്ള കാര്യം, ഇത് ശരിയല്ല. ഇനി ഒരു കാര്യം കൂടെ, ഇത് രാഹുൽ ഈശ്വറിന്റെ മാത്രം നിലപാടാണോ? ബഹുമാനപ്പെട്ട ഹൈക്കോടതി എന്താ പറഞ്ഞത്? ഹൈക്കോടതി ചോദിച്ചു, പൊതുരംഗങ്ങളിലും പൊതുസമൂഹത്തിലും പറയുമ്പോൾ മാന്യത കാണിക്കേണ്ടത്. താനിത് ആവർത്തിക്കില്ല എന്ന് രാമൻപിള്ള സാറ് ബോച്ചയ്ക്ക് വേണ്ടി പറഞ്ഞു. ഇതിനെ ഒരു റോങ് ആയി കാണണ്ടേ? ഇതിനെ ഒരു ക്രിമിനൽ കുറ്റം, 1 വർഷം ജയിലിൽ കിടക്കുന്ന ക്രിമിനൽ കുറ്റമായി കാണണോ? ഇതിനെ ഒരു സോഷ്യൽ റോങ്, സാമൂഹികമായ റോങ് ആയി കാണണോ? ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കേസിന്റെ മെറിറ്റിലേക്കല്ല കോടതി പോയതെന്ന് അങ്ങേക്ക് അറിയാവുന്നതാണല്ലോ. ഈ വീഡിയോ കോടതി കണ്ടിട്ടില്ല. ഈ പറയുന്ന വീഡിയോകളൊന്നും കോടതിയുടെ പരിഗണനയിലേക്ക് വന്നിട്ടില്ല. ഇതൊക്കെ പരിഗണിക്കുന്ന സമയത്ത് അയ്യോ ചെയ്തത് മോശമായി പോയി എന്ന പരാമർശം മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്ന് വിചാരിക്കുന്നുണ്ടോ? മാധു യാന്ത്രികമായി പറയരുതേ. കോടതികളടക്കം എല്ലാവരും അവെയർ അല്ലേ? ഈ സോഷ്യൽ മീഡിയയുടെയും നിങ്ങൾ മെയിൻ സ്ട്രീം മീഡിയയുടെയും കാലത്ത് കോടതിയുടെ ജഡ്ജി ഇതൊന്നും അറിയാതെ വന്നിരിക്കുമെന്നാണ് കരുതുന്നത്. അത്രയും യാന്ത്രികമായി പറഞ്ഞിട്ട് കാര്യമില്ല. വീഡിയോ കാണാൻ തയ്യാറായില്ല എന്നൊരു ആവലാതി അറിയാതെയൊന്നുമല്ലോ വരുന്നത്. അതുകൊണ്ട് ദയവായി ഒന്ന് ശ്രദ്ധിക്കും. ഞാൻ ഒരു വരി മാത്രം പറയാം. എനിക്ക് ഹണി റോസിനോട് ബഹുമാന പുരസ്സരമുള്ള വിമർശനമുണ്ട്. ഹണിയെ കോംപ്ലിമെന്റ് ചെയ്യുമ്പോൾ ഞാൻ നേരിട്ട് കോംപ്ലിമെന്റ് ചെയ്യും. നേരത്തെ പറഞ്ഞതുപോലെ ഹണി സൗത്ത് ഇന്ത്യയുടെ മലൈക്ക അറോറയാണ്, യാതൊരു തെറ്റുമില്ല. പക്ഷെ ഹണിയുടെ ശരീരങ്ങളെ ദുസ്സൂചകമായി പറയുന്നത് തെറ്റാണ്. ബോച്ചെ ചെയ്തത് തെറ്റാണ് അല്ലെന്ന് ഒരു മലയാളിയും പറയില്ല. പക്ഷേ ബോച്ചെ അതിനുവേണ്ടി 1 വർഷം ജയിലിലിടണോ, 3 വർഷം ജയിലിലിടണോ? ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ 3 വർഷം കോടതിയല്ലേ തീരുമാനിക്കേണ്ടത്? ഒരാൾ തെറ്റ് ചെയ്തു എന്ന് പറയുന്നു, അത് ഒരിടത്തല്ല, എനിക്കിതുപോലെ 100 വീഡിയോ കാണിക്കാൻ കഴിയും. അപ്പൊ തെറ്റ് ചെയ്തിരിക്കുന്നു. അപ്പൊ ശരി, അപ്പൊ ഇതിന് ശിക്ഷ വിധിക്കേണ്ട കോടതിയല്ലേ? ഇവിടെ ആരും വിധിച്ചില്ലല്ലോ. തെറ്റാണെന്നല്ലേ പറയുന്നുള്ളൂ എല്ലാവരും. 1 വർഷമോ 1.5 വർഷമോ 2 വർഷമോ ഇടണമെന്ന് ആരും പറഞ്ഞില്ലല്ലോ. മാധു, ഇതൊരു തെറ്റല്ലേ? നമ്മുടെ സെക്ഷൻ 87 ഭാരതീയ ന്യായ സംഹിത ഉപവകുപ്പ് 4 പ്രകാരം 1 വർഷമോ 3 വർഷമോ ഒക്കെ ജയിലിൽ ഇടാൻ കഴിയുന്ന കുറ്റമാണ്. അങ്ങനെ 1 വർഷം ജയിൽ, ഞാൻ ഹണി റോസിനോട് നേരിട്ട് ചോദിക്കാണ്. ഹണി എന്നെ വിമർശിച്ചുകൊണ്ട്, ഹണിക്ക് ബോച്ചെ 1 വർഷം ജയിലിൽ കിടക്കണമെന്ന് ആഗ്രഹമുണ്ടോ? ബോച്ചെ നേരത്തെ മാപ്പ് പറഞ്ഞു. ഇപ്പൊ രാമൻപിള്ള സാർ സ്ട്രാറ്റജി മാറ്റി കാണും, കാര്യം കോടതി വരുന്നതല്ലേ. ബോച്ചെ മാപ്പ് പറയാൻ, ഞാനൊക്കെ TV പറഞ്ഞു ബോച്ചെ മാപ്പ് പറയാൻ തയ്യാറാണ്. ബോച്ചെ മാപ്പ് പറയാൻ തയ്യാറായി. ആ മാപ്പ് ഹണി റോസ് സ്വീകരിക്കാൻ തയ്യാറാണോ? ബോച്ചെ ഇപ്പം പറയുന്നത് ലീഗൽ സ്ട്രാറ്റജിയുടെ ഭാഗമായിട്ടാണ്, കാരണം കോടതിയിൽ അങ്ങനെ അഡ്മിഷൻ ഓഫ് ഗിൽറ്റ് ഒന്നും പറ്റില്ല. പക്ഷെ ബോച്ചെ മുഖ്യധാരാ മാധ്യമങ്ങളുടെ മുമ്പിൽ വന്ന് ഹണിക്ക് വേദന ഉണ്ടായെങ്കിൽ, വിഷമം ഉണ്ടായെങ്കിൽ, ഐ ആം സോറി, ഞാൻ അത് പിൻവലിക്കുന്നു, മാപ്പ് പറയാമെന്ന് അപ്പം നേരത്തെ പറഞ്ഞതല്ലേ. നമുക്കങ്ങനെ കോടതിക്ക് അപ്പുറത്ത് ഒരു പാരലൽ സംവിധാനം എടുക്കും. ബോച്ചെ മാപ്പ് പറഞ്ഞു, ക്ഷമിക്കണം, അതുകൊണ്ട് ആ രീതിക്ക് അങ്ങനെ പോട്ടെ എന്നൊന്നും നിലപാട് സ്വീകരിക്കാൻ കഴിയില്ല. കോടതി വരുന്നത് വരെയാണ് അങ്ങ് പറഞ്ഞ ഈ സംഭവം കോടതി തീരുമാനിക്കേണ്ടതാണ്. ഒരു വരി ആഡ് ചെയ്തോട്ടെ. ഇപ്പൊ എനിക്ക് അങ്ങനെ പറ്റിയ ഒരു തെറ്റ് പറയാം. നേരെന്ന സിനിമയുടെ ഷൂട്ടിങ്ങിന് ഞാനും അഡ്വക്കേറ്റ് മിനി മാഡം, അഡ്വക്കേറ്റ് ജയശങ്കർ സാറും ഉണ്ടായിരുന്നു. അതിജീവിത എന്ന വാക്കിനോട് പ്രാസമുള്ള മറ്റൊരു വാക്ക് ഞാൻ പറഞ്ഞു. മിനി മാഡം എന്നും എന്നെ എതിർക്കുന്ന വ്യക്തിയാണ്. മിനി മാഡത്തെ ഞാനും. മിനി മാഡം പറഞ്ഞു, രാഹുലെ ആ വാക്ക് പറയില്ലേ, ആ വാക്ക് വ്യാപകമായി ദുരുപയോഗപ്പെടാൻ സാധ്യതയുണ്ട്. നല്ല പഞ്ച് ഡയലോഗായിരുന്നു നേരിൽ വരേണ്ടത്. മിനി മാഡം പറഞ്ഞു അത് പാടില്ല. അപ്പൊ ആന്റണി പെരുമ്പാവൂർ സാറും ഉണ്ടായിരുന്നു. അപ്പൊ ആന്റണി പെരുമ്പാവൂരും പറഞ്ഞു, മിനി മാഡം പറഞ്ഞതിലൊരു കാര്യമുണ്ട്, ആ പ്രത്യേക വാക്ക് നമ്മൾ പറയരുത്. അതിനുശേഷം ഞാൻ ആ വാക്ക് ജീവിതത്തിൽ ഉപയോഗിച്ചിട്ടില്ല, സാമൂഹ്യ മാധ്യമങ്ങളിൽ ഉപയോഗിച്ചിട്ടില്ല, TV-യിൽ ഉപയോഗിച്ചിട്ടില്ല, വ്യക്തിപരമായ ജീവിതത്തിൽ ഉപയോഗിച്ചിട്ടില്ല. അപ്പം ബോച്ചെ പറഞ്ഞ ഈ കുന്തി എന്ന വാക്കിന് നെഗറ്റീവ് കൊണോട്ടേഷൻ ഉണ്ട്. കോളേജിലെ പിള്ളേരൊക്കെ കാണുന്ന എല്ലാ പെൺപിള്ളേരെ ഇതെടുത്ത് വിളിച്ചു പറയും, അത് മോശമായി മാറും. അല്ലെന്ന് ആരും പറയുന്നില്ല. പക്ഷെ ബോച്ചെ 1 വർഷം ജയിലിലിടണമെന്ന് മാധുവിന്റെ അഭിപ്രായമുണ്ടോ? ഈ എന്റെ അഭിപ്രായ പ്രകടനം അനുസരിച്ചല്ല രാജ്യത്തെ നിയമവ്യവസ്ഥ അതുമായി ബന്ധപ്പെട്ട ശിക്ഷ വിധിക്കുന്നത് എന്ന ബോധ്യം എനിക്കുണ്ട് ശ്രീ രാഹുൽ ഈശ്വർ. ഈ പ്രയോഗം മാത്രമല്ല അദ്ദേഹത്തിൻ്റെത് എന്ന് സാധൂകരിക്കാനാണ് ഞാൻ കുറച്ചു മുമ്പ് ഒരു വീഡിയോ കാണിച്ചത്. ഇതൊരു തുടർ അക്രമമാണെന്നേ. നോക്കൂ, ഈ ഓൺലൈൻ മീഡിയയിലൊക്കെ ഇരുന്നിട്ട് ചോദ്യം ചോദിക്കുന്ന കുട്ടികളോട് എനിക്കറിഞ്ഞുകൂടെ എന്ത് മാനസികാവസ്ഥയിലാണ് ഇത്തരം വഷളന്മാരുടെ മുന്നിൽ നിന്നത് കേട്ടുകൊണ്ട് വീണ്ടും വീണ്ടും ആ ടോൺ മെയിൻറ്റെയിൻ ചെയ്ത് ചോദിക്കാൻ കഴിയുന്നത് എനിക്കറിയില്ല. ഇനി എന്തിന്റെ പേരിലാണെന്ന് എനിക്കറിയില്ല. പക്ഷെ അത് കേട്ടുകൊണ്ട് അത് വീണ്ടും വീണ്ടും ആവർത്തിക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാകുന്നത് എങ്ങനെയാണെന്ന് ചോദ്യം ചോദിക്കുന്ന ആളോട്, ഇന്റർവ്യൂ ചെയ്യുന്ന മനുഷ്യരോട്, സോഷ്യൽ മീഡിയയിൽ വീഡിയോ ഇടുന്ന ആളുകളോട്, എന്ന് വേണ്ട മുന്നിൽ വരുന്ന മുഴുവൻ മനുഷ്യരുടെയും സെക്ഷുവാലിറ്റിയും അവരുടെ ബന്ധപ്പെട്ട എല്ലാ സവിശേഷതകളെയും അധിക്ഷേപിച്ച് അങ്ങ് പോവാ. എന്തൊരു പ്രിവിലേജ് ആണ്. 101% യോജിക്കുകയാണ്. ആദ്യമായിട്ടായിരിക്കും മാധു പറയുന്നതിനോട് 101% യോജിക്കുകയാണ്. ബോച്ചെ ഹൈക്കോടതിയിൽ ഔദ്യോഗികമായി തന്നെ താൻ ഇനി അങ്ങനെ പറയില്ല,
പൊതുസ്ഥലത്ത് ശ്രദ്ധിച്ചോളാം എന്ന് രാമൻപിള്ള സാറിനെ പോലെ അഡ്വക്കേറ്റ് വഴി പറഞ്ഞു. പോയി ജയിലിൽ കിടക്കും. അതുകൊണ്ടാ അതിന് വഴിവെച്ച, അങ്ങനെ മാപ്പ് പറയാൻ വഴിവെച്ചതാ ഈ പറയുന്ന തിരുത്തലുകളോ മോനെ പോട്ടെ ഇനി അങ്ങനെ ചെയ്യരുത് കേട്ടോ എന്ന പൊന്നോമനിക്കലോ അല്ല. അത് കോടതിയിൽ നിന്ന് ജയിലിൽ പോയി കിടക്കുന്ന ഉറപ്പുകൊണ്ടാണ് എന്ന ബോധ്യം നമുക്കുണ്ട് രാഹുൽ.